ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ഏപ്രിൽ മാസം മുഴുവനും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഈ ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില അത്ഭുതങ്ങളെ ഈ മാസത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത്ഭുതകരമായ അപ്രതീക്ഷിതമായ സന്തോഷ വാർത്തകളായിരിക്കും ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈസ്റ്ററിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാസം ഉണ്ടായിരിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടും. പുതിയ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടും. ലോകം നേരിടുന്ന, ഇന്ന് ചുറ്റുപാടും നടക്കുന്ന യുദ്ധവും വെല്ലുവിളികളെയും എല്ലാം നേരിട്ട് ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങളായിരിക്കും ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെ പറയുന്ന ദൈവവചനത്തിലൂടെ ഓരോരുത്തരും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓരോ വചനത്തിലൂടെയാണ്. ആ വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ അത് വായ്മൊഴിയായി മറ്റുള്ളവരോട് പറയുന്നുണ്ട്. ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ നിങ്ങൾ ലോകമെമ്പാടും വർണ്ണിക്കുവാൻ, പ്രകീർത്തിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നുണ്ട്. കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ പ്രത്യാശയും ധൈര്യവും ശക്തിയും നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടാകും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ കേൾക്കും. നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന വേദനയും ദുഃഖവും ഈ ഏപ്രിൽ മാസത്തിൽ മാഞ്ഞില്ലാതാകും. എന്തെന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന സദ്വാർത്തയാണ് ഈ ഏപ്രിൽ മാസം നമുക്ക് നൽകുന്നത്. ലോകത്തെയും മരണത്തെയും വെല്ലുവിളികളെയും സഹനങ്ങളെയും അതിജീവിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രക്ഷകനായ യേശു നമ്മുടെ ജീവിതത്തിൽ രക്ഷയായി വന്നിരിക്കുന്നു. ജീവൻ്റെ പ്രകാശമായ കർത്താവായ യേശു പ്രകാശമായി ഈ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങളിലേക്ക് പ്രകാശമായി, ജീവനായി, പ്രചോദനമായി, സമാധാനമായി, സന്തോഷമായി നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തൊരുമയും ഐക്യതയും വർദ്ധിക്കുന്നുണ്ട്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ അനേക വ്യക്തികളെ ദൈവം ദിവസവും തൊടുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, സുഖപ്പെടുത്തുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യത്തെക്കുറിച്ച്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്കാൻ റിപ്പോർട്ട്, നോർമൽ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ റിപ്പോർട്ട് നിങ്ങൾക്ക് നോർമലായി തന്നെ കേൾക്കും. വിജയിച്ചു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വിജയിച്ചു തന്നെ ഇരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഈ ഏപ്രിൽ മാസത്തിൽ കർത്താവ് അത് സാധിച്ചു തരും. വിശ്വാസത്തോടെ ഈ ഏപ്രിൽ മാസം മറ്റ് മാസങ്ങളെപ്പോലെ അല്ല. എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത് ഞാനത് സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഈ ഏപ്രിൽ മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ നമുക്ക് ആഗ്രഹത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ അറിയാവുന്ന എല്ലാവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. മറക്കാതെ ഇത് ഷെയർ ചെയ്യണം.
അതിൻ്റെ ദൈവാനുഗ്രഹം പ്രത്യേകമായി നിങ്ങൾക്കുണ്ടായിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് വചനം കേൾക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നിൻ്റെ നാമം ഉറപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പ്രത്യാശയും നൽകുന്ന പിതാവായ ദൈവമേ, ഈ ഏപ്രിൽ മാസത്തിൻ്റെ മനോഹരമായ ദിവസങ്ങളിലേക്ക് ഞങ്ങളെ സുരക്ഷിതമായി കൈപിടിച്ച് കൊണ്ടുവന്നതിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പുതിയ പൂക്കളും ഫലങ്ങളും കൊണ്ട് ഭൂമി സ്വയം പുതുതായി കാണപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ജീവിതങ്ങളെയും ഈ ഏപ്രിൽ മാസത്തിൽ പുതുമയുള്ളതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ നീ അരുളി ചെയ്തിരിക്കുന്നത്, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ അത് മുളച്ചു വരുന്നു, നീ അത് കാണുന്നില്ലയോ? കർത്താവ് നിനക്കു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ മനസ്സിനെ തുറക്കാം, മനസ്സിനെ ശക്തിപ്പെടുത്താം, ഹൃദയത്തെ തുറക്കാം. കർത്താവേ, പുതിയ തുടക്കങ്ങളുടെയും പുതിയ പ്രത്യാശയുടെയും ദിവ്യമായ മുന്നേറ്റങ്ങളുടെയും മാസമാക്കി ഈ ഏപ്രിൽ മാസത്തെ നീ അനുഗ്രഹിക്കണമേ. കരുണാമയനായ ദൈവമേ, യുദ്ധം കാരണം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങൾ നിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പി എല്ലാ വേദനയും നിശബ്ദമായ നിലവിളിയും നീ കണ്ട് നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. യുദ്ധം, അക്രമം, സംഘർഷങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവർക്കു വേണ്ടി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുകയും വീടുകൾ നശിപ്പിക്കപ്പെടുകയും സമാധാനം അകലെയായി തോന്നുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുത കരം ഈ ഏപ്രിൽ മാസത്തിൽ അവരോട് കൂടെയായിരുന്ന് അവരെ സഹനങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ച് ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്ത നീ അവർക്ക് നൽകണമേ. കർത്താവേ, നിന്റെ വചനം പറയുന്നു, അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തലാക്കുന്നു. സങ്കീർത്തനം 46:9 വാക്യത്തിലൂടെ നീ അരുളി ചെയ്യുന്നു, കർത്താവേ, നീ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തലാക്കുന്നു. ഈ വചനം ഇന്ന് ഈ ഭൂമിയിൽ നടപ്പിലാക്കണമേ. ഈ ലോകത്തിൽ നിന്ന് യുദ്ധവും മുറവിളിയും മാറ്റി കർത്താവിൻ്റെ സമാധാനം ലോകമെമ്പാടും നീ അയക്കണമേ. രാഷ്ട്രങ്ങൾക്ക് സമാധാനം നൽകണമേ. നേതാക്കളുടെ ഹൃദയം മയപ്പെടുത്തണമേ. കർത്താവെ, ജനങ്ങളിൽ നിന്ന് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ നേരിടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ അനിശ്ചിതത്വം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഉറപ്പുള്ള ജോലികൾ, വരുമാന മാർഗങ്ങൾ, പുതിയ അവസരങ്ങൾ നൽകി എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയുടെ ഓരോ വരികളിലൂടെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ചൈതന്യവും അനുഗ്രഹവും സൗഖ്യവും ഓരോ നിമിഷവും നീ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും നിൻ്റെ കരം പിൻവലിക്കരുതേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ
കേൾക്കുമ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞും ഇത് ആവർത്തിക്കുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് നിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുമ്പോഴും ഞങ്ങൾക്കുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ, അത് സ്വീകരിക്കുവാൻ, അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്താൽ ഞങ്ങൾക്കാവശ്യമായ സകലതും നൽകും എന്ന് പൗലോസ് അപ്പോസ്തലനിൽ കൂടി നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, രോഗം, ക്യാൻസർ മൂലം വേദനിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മാനസിക ആരോഗ്യ പോരാട്ടങ്ങൾ, വിഷാദം, ഉത്കണ്ഠ, ഭയം, മാനസിക പിരിമുറുക്കങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, അനേക വർഷങ്ങളായി പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗങ്ങൾ, നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഡയബറ്റിസ്, പ്രഷർ, ഷുഗർ, എല്ലാം കർത്താവെ, ചെറുതും വലുതുമായ രോഗങ്ങൾ, അത് കൊണ്ടുവരുന്ന വേദനയും ദുഃഖവും സഹനങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. പല്ലുവേദനയുള്ളവരെ സമർപ്പിക്കുന്നു. മോണ പഴുക്കുന്നവരെ സമർപ്പിക്കുന്നു. ശരീരത്തിൽ വെള്ളപ്പാണ്ടും കറുത്ത പാണ്ടും കാരണം ദുഃഖിക്കുന്നവരെ സമർപ്പിക്കുന്നു. ശരീരത്തിൽ നീർവീഴ്ചയുള്ളവരെ സമർപ്പിക്കുന്നു. ചർമ്മ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗങ്ങളുടെ വിവിധ പട്ടികകളാൽ വേദനിക്കുന്ന നിസ്സഹായരായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. നിന്റെ സൗഖ്യദായകമായ കരം സ്പർശിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞാൻ നിങ്ങളെ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. നിങ്ങളുടെ ആരോഗ്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്ന് അരുളി ചെയ്ത കർത്താവെ, നിങ്ങളുടെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ച ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ സുഖം തരണമേ, ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ, സൗഖ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊലോസ്യരുടെ ലേഖനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, നിങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും പരാതിയുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുക എന്ന് അരുളി ചെയ്ത കർത്താവേ, കുടുംബത്തിനകത്തും പുറത്തും, ജോലി മേഖലയിൽ, ജോലി സ്ഥലങ്ങളിൽ, ബിസിനസ് കേന്ദ്രങ്ങളിൽ കർത്താവെ, സംഘർഷങ്ങളും തെറ്റിദ്ധാരണകളും ആസക്തികളും ഏകാന്തതയും തകർച്ചയും ഉണ്ടാകുമ്പോൾ, വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ, പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള സ്നേഹവും ശക്തിയും ധൈര്യവും നൽകി, ആത്മവിശ്വാസം നൽകി, പരാതി കൂടാതെ എല്ലാത്തിനെയും ദൈവത്തോട് ചേർന്ന് നിന്ന് അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ വാക്കുകളെ നീ കൃപ തരണമേ. ഞങ്ങളുടെ വാക്കുകളിൽ കൂടി അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന വാക്കുകളായിരിക്കണമേ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ഏപ്രിൽ മാസം ഞങ്ങളുടെ വാക്കുകളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്നിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കുന്ന വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും മാത്രമായിരിക്കട്ടെ ഈ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ചിന്തിക്കാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത്. കർത്താവായ ദൈവമേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്നും, വിശപ്പിൽ നിന്നും, ഭവനരഹിതത്വത്തിൽ നിന്നും, അനീതിയിൽ നിന്നും, അടിച്ചമർത്തലിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. നീ ഞങ്ങളുടെ അഭയവും ശക്തിയും ദാതാവും അനുഗ്രഹവും ദാനവും എല്ലാം നീ തന്നെയാണ്. കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് സകലതും നൽകുന്നത്. നിൻ്റെ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാതാവായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഇവർ മനസ്സിലാഗ്രഹിക്കുമ്പോൾ തന്നെ നീ അത് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇവർ ഓർത്ത് വിഷമിക്കുന്ന കാര്യം, അവർക്കെല്ലാ പരീക്ഷയിലും മുഴുവൻ A+ കിട്ടണം എന്ന മാതാപിതാക്കളുടെ ആഗ്രഹത്തെ നീ മാനിക്കണമേ. കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. ഈ ഏപ്രിൽ മാസത്തെ ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പീഡിതർക്ക് അഭയസ്ഥാനമാണ്. കഷ്ടകാലത്ത് നീ ഞങ്ങളുടെ കോട്ടയാണ്.
ദൈവമേ, ഈ ഏപ്രിൽ മാസത്തിൽ വ്യക്തിപരമായ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. വരുമാന മാർഗത്തിൻ്റെ ഉയർച്ചയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങൾ നിശബ്ദമായി വഹിക്കുന്ന വേദനകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സമർപ്പിക്കുന്നു. ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി, സുവാർത്തയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുടെ പുതിയ വാതിലുകളെ തുറന്നു കൊടുക്കണമേ. രോഗശാന്തിക്കായി കാത്തിരിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ നടത്തണമേ. കർത്താവേ, വിവാഹം, കുട്ടികളുടെ ജോലി, വിജയം എല്ലാം കാത്തിരിക്കുന്നവർക്ക് നിന്റെ പ്രീതി, നിന്റെ വെളിച്ചം അവരിൽ പ്രകാശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരട്ടെ, നിന്റെ എല്ലാ പദ്ധതികളും വിജയിപ്പിക്കട്ടെ എന്ന സങ്കീർത്തകനിലൂടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ലോകമെമ്പാടും എത്തപ്പെടാൻ കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ നീ മഹത്തായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് ഈ മാസം സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കുന്നതിനും കാണുന്നതിനുമുള്ള മാസമാക്കി നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിനും ഒരുമിച്ചുള്ള മികച്ച ജീവിതത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനത്തിലും സ്നേഹത്തിലും പരസ്പര ധാരണയിലും ഒരുമിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. ജ്ഞാനം നൽകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടകന്നു പോയ കുടുംബാംഗങ്ങളെ സ്നേഹത്തിൽ, ഐക്യതയിൽ വീണ്ടും ഒന്നിപ്പിച്ച് ഞങ്ങൾ സ്നേഹിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, കുടുംബങ്ങൾ പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുവാൻ അവരെ സഹായിക്കണമേ. സമൂഹങ്ങൾ പരസ്പരം പിന്തുണയ്ക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീതിക്കും സമാധാനത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ രാഷ്ട്രങ്ങളെ സഹായിക്കണമേ. ലോകമെമ്പാടും നീ യുദ്ധം നിർത്തലാക്കി കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ രാജ്യത്തെ, ഈ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ഏപ്രിൽ മാസം ദയ, അനുകമ്പ, ക്ഷമ, ജ്ഞാനം എന്നിവയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഹോളി വീക്കിൽ, ഈ ആശാ ആഴ്ചയിൽ പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളാൽ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണത്തെ കീഴ്പ്പെടുത്തി ലോകത്തെ ജയിച്ച ഈശോയെ, ഈ ഈസ്റ്റർ ഞങ്ങൾക്കെല്ലാറ്റിനെയും അതിജീവിക്കാനുള്ള പുതിയ അവസരമായി കണ്ട് ഈ മാസത്തെ ഞങ്ങൾ ഏറ്റവും പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഏപ്രിൽ മാസത്തിൽ ഞങ്ങളിനി ഭയത്തിന് ഇടം കൊടുക്കുകയില്ല. വിശ്വാസത്തിൻ്റെ മാസമായിരിക്കും. നിരാശയുടെ മാസമല്ല, പ്രത്യാശയുടെ മാസമായിരിക്കും. ദുഃഖത്തിൻ്റെ മാസമല്ല, സന്തോഷത്തിൻ്റെ മാസമായിരിക്കും. കർത്താവേ, നിൻ്റെ മഹാസ്നേഹം നിമിത്തം ഞങ്ങൾ ഇനി ഒരിക്കലും തകർന്നു പോവുകയില്ല. നിൻ്റെ കരുണ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഓരോ ദിവസവും, ഓരോ രാത്രിയും നിൻ്റെ കാരുണ്യവും സ്നേഹവും വിശ്വസ്തതയും പുതിയതാണ്. ദൈവമേ, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ മാസം അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കൃപ തരണമേ. അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഈ ഏപ്രിൽ മാസത്തിൽ തുറക്കപ്പെടട്ടെ. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. രോഗശാന്തിയും അനുഗ്രഹങ്ങളും വർദ്ധിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷത്തിൻ്റെ ചിരി കൊണ്ടുവരുന്ന നല്ല വാർത്തകൾ കേൾക്കുവാൻ ഞങ്ങളെ ഇടവരുത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കുന്ന സമാധാനം അനുഭവിക്കുവാൻ കർത്താവേ, ഈ ഏപ്രിൽ മാസത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളുടെ അരികിൽ നീ നിന്ന് എല്ലാ ദോഷങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചിക ദുഷ്ടശക്തികളുടെ ഇടപെടലിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ഏപ്രിൽ മാസം വലിയ സാക്ഷ്യങ്ങൾ പറയാൻ, സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ, ദിവ്യമായ ജീവിതം ആസ്വദിക്കുവാൻ
ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന മാസമാക്കി ഈ ഏപ്രിൽ മാസത്തെ നീ മാറ്റണമേ. കർത്താവേ, അവിടുത്തെ വചനം പറയുന്നത് പോലെ നിന്റെ അനുഗ്രഹം പൂർണ്ണമായി എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ മേൽ നീ നൽകണമേ. കർത്താവേ, നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. ഈ മക്കളുടെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിൽ നിറയണമേ. നിന്റെ വാഗ്ദാനങ്ങൾ ഇവരുടെ ഹൃദയഫലകത്തിൽ എഴുതി ചേർക്കണമേ. കർത്താവേ, നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ മാസം പൂർണ്ണമായി നിന്റെ സ്നേഹ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ, ഈ പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹങ്ങളെ കാത്തിരിക്കുന്നവർക്ക്, ഈ പ്രാർത്ഥനയിൽ കൂടി സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് യേശു നാമത്തിൽ അത് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ പ്രാർത്ഥന പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു, അത് വിവേചിച്ചറിയുന്നു, പ്രാർത്ഥിക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ശുഷ്കാന്തിക്ക് ദൈവം മഹത്വപ്പെടുത്തും. ദൈവം നിങ്ങളെ മാനിക്കുന്നു. നിങ്ങളുടെ ഈ പ്രാർത്ഥനയിലുടനീളം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വചനത്തിലൂടെയും ഓരോ പ്രാർത്ഥനയുടെ ഓരോ വരിയിലൂടെയും നിങ്ങളെ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളറിയാതെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ചൈതന്യവും നിങ്ങളിൽ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ അകന്നു പോകുന്നു. രോഗങ്ങൾ നിങ്ങൾ സൗഖ്യപ്പെടുന്നു. നിങ്ങൾ സംരക്ഷിതരാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് അന്ധകാരം വിട്ടകലുന്നു. പ്രകാശം പരക്കുന്നു. നിങ്ങളുടെ ജീവിതം ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തിൻ്റെ കരങ്ങൾ അത് പ്രകാശപൂരിതമാക്കുന്നു. അതിനാൽ മകളെ, മകനെ, ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഈ ഏപ്രിൽ മാസം മുഴുവനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ മാസത്തിൻ്റെ അവസാനത്തിനു മുൻപ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഉത്തരം കണ്ടിരിക്കും. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇടയാകും. കർത്താവ് ഈ മാസം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കട്ടെ. എല്ലാ രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ, സൗഖ്യം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ മാസം അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സന്തോഷത്തിൻ്റെ മാസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ ഏപ്രിൽ മാസം സന്തോഷത്തിൻ്റെ വാർത്തകൾ മാത്രം ഞങ്ങൾ കേൾക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ അത് സാധിച്ചു എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ വേദനിക്കുന്ന മറ്റുള്ളവരിലേക്ക് അവരുടെ കണ്ണുനീരൊപ്പുവാൻ ഈ പ്രാർത്ഥന നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരുടെ നിരാശ മാറി പുതിയ പ്രത്യാശ ലഭിക്കുവാൻ, ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരുവാൻ, ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, അനുഭവിക്കുവാൻ, സന്തോഷിക്കുവാൻ ഇടവരുത്തത്തക്കവണ്ണം അവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. വലിയ ദൈവാനുഗ്രഹങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. അത് നിങ്ങളെ ദൈവം ഒത്തിരി മഹത്വപ്പെടുത്താൻ, ആ അനുഗ്രഹങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കൃപ തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളാശംസകളും ഞങ്ങൾ പ്രത്യേകമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.